ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ഒരു ചാനലിൽ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഇതുവരെയും ഞാൻ ഇങ്ങനെ വന്നിരുന്നിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഗായ്സ്. രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ക്ലാരിറ്റി വീഡിയോസിനില്ല കേട്ടോ. പക്ഷെ എനിക്കിതിപ്പോൾ എടുക്കണം, അതുകൊണ്ടാണ്. ഇതിപ്പോൾ 2 ദിവസമായിട്ട് ഞാനൊരു ലാഗ് അടിച്ചു. പക്ഷെ എനിക്കിത് എന്തായാലും ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് വന്നാണ്. എൻ്റെ ചാനൽ അങ്ങനെ ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലൊന്നും അല്ല, അതേപോലെ വ്യൂസൊന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ പോലും എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്. അതും ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് എനിക്കത് ഇവിടെ വന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷെ എനിക്കൊരു ബാഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. കുറച്ച് പേര് അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞാനൊരു 5 മന്ത്, ഇപ്പം 6 മന്ത് റണ്ണിങ് ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ രാജീവ് ഗാന്ധിയിലാണ്. പാലക്കാട് കല്ലേക്കാടല്ല, നമ്മുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത്. അവിടുത്തെ IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സുധാകർ സാറിനെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ള കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഞാനിത് പറയുന്നത്. അത് ഞാൻ വിചാരിച്ച് പറയണ്ട കുഴപ്പമില്ല എന്ന് വിചാരിച്ചതാണ്. എന്തായാലും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവും, അതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. എനിക്കത് മെൻ്റലി ഫിസിക്കലി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഞാൻ രാജീവ് ഗാന്ധിയിലാണ് കാണിക്കുന്നത്. ഡോക്ടർ സുധാകർ സാർ IVF സ്പെഷ്യലിസ്റ്റും കൂടെയാണ്. അദ്ദേഹം ഗൈനക്കോളജിസ്റ്റ് പ്ലസ് IVF സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ആ ഡോക്ടറെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വന്നിട്ട് ട്രിവാൻഡ്രത്താണ്. അപ്പം ഞാൻ അവിടെ ആയിരുന്ന സമയത്താണ് ഈ പ്രഗ്നൻ്റ് ആയ സംഭവം ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ അവിടെ നിംസ് ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ രാംഗോപാൽ സാറാണ് ഞാൻ കാണിച്ച ഡോക്ടർ കേട്ടോ. നല്ല ഡോക്ടറായിരുന്നു, അടിപൊളിയാണ്. അതേപോലെ നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് എന്ത് ഡൗട്ട് ആയിക്കോട്ടെ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരും. അതേപോലെ എപ്പോൾ ഫോൺ വിളിച്ചാലും സാറ് ഫോൺ എടുക്കും. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ സാറ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ഓക്കെ ആക്കും. അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഏകദേശം ഒരു 4 മന്ത് വരെ ഞാൻ അവിടെ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ എനിക്ക് അവിടുത്തെ നേഴ്സ് ആയിക്കോട്ടെ, നിംസ് ഹോസ്പിറ്റലാണ്, നെയ്യാറ്റിൻകര. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ നേഴ്സ് ആയിക്കോട്ടെ, രാംഗോപാൽ സാറിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന നേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാംഗോപാൽ സാർ ആയിക്കോട്ടെ, നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ടും, നമുക്ക് ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഡോക്ടറിനെ. ഹാപ്പിയായി, ഓക്കെ, നല്ല ഡോക്ടറാണ്. നമുക്ക് ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള നല്ലൊരു റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ആ ഡോക്ടറുടെ ഭയങ്കര പ്രത്യേകിച്ച് ഒരു ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡോക്ടറായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു 2 മന്ത് ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം സാറിനെ വിളിച്ചപ്പോൾ തന്നെ വേഗം ഫോൺ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു 3 ദിവസമൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്ന് പിന്നെ ഓക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങോട്ട് പാലക്കാടോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് വന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ പാലക്കാട് 4 മന്ത് തൊട്ടിട്ട് പിന്നെ നമ്മൾ ഒരു 4 മന്ത് ഹാഫ് ആയി അപ്പം തൊട്ട് നമ്മൾ കാണിക്കുന്നത് ഇവിടെ പാലക്കാടുള്ള രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സുധാകർ സാറിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഒരുപാട് ഫ്രണ്ട്ലി ഒന്നും എനിക്ക് തോന്നിയില്ല. ഓരോ ആളുകൾക്ക് ഓരോ രീതിയായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾക്ക് സൗകര്യവും പിന്നെ എല്ലാം കൂടി നോക്കിയപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൽ ഓക്കെയാണ്. ഫിനാൻഷ്യൽ പൈസ അത്ര രീതിയിൽ വലിയൊരു പ്രൈവറ്റ് ആണെങ്കിൽ പോലും വിചാരിക്കുന്ന നല്ല രീതിയിലുള്ള എമൗണ്ടും വരുന്നില്ല കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ ഹോസ്പിറ്റലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ തന്നെ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അതായത് അറിഞ്ഞത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടുത്തെ ആ ഡോക്ടറെ കണ്ട് നമുക്ക് അത്രയും ഭയങ്കര നമുക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പെട്ടെന്ന് മാറിയപ്പോൾ എനിക്കറിയാം ഈ ഡോക്ടർ നമുക്കറിയാം ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പോലും, പക്ഷെ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പോയി ഈ ഫയലൊക്കെ കൊടുത്തു. അങ്ങനെ അവിടെ കാണിക്കാൻ വേണ്ടി തുടങ്ങി.
അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഡൗട്ട് ചോദിക്കാനൊരു പേടി, അല്ലെങ്കിൽ മനസ്സിൽ തന്നെ നമുക്കൊരു പേടി ഉണ്ടാവും. ഈ ഡൗട്ട് വെച്ച് സാർ എന്തെങ്കിലും പറയുമോ, ചീത്ത പറയുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേടി എനിക്ക് വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ അധികം ഡൗട്ടുകൾ അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ പേടിച്ചിട്ടാണ് ചോദിക്കുക. കാരണം സാറ് ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് അയ്യോ എന്താ സാർ ഇങ്ങനെ പറഞ്ഞേ എന്ന് തോന്നും, എനിക്കങ്ങനെ തോന്നും. അതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നത് സാർക്ക് അത്ര ഇഷ്ടമല്ലാന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം അങ്ങോട്ട് എനിക്ക് ഒരുപാട് ഡൗട്ട് ചോദിക്കാനൊക്കെ ഒരു പേടിയായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊന്നും ചെയ്തില്ല. സാർ നോക്കും, നമ്മളത് മരുന്ന് വാങ്ങും, അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരും, അങ്ങനെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ മാറ്റിയാലോ. കാരണം നമുക്ക് ഇപ്പോൾ ഡോക്ടേഴ്സ് നല്ലതാണോ അല്ലേന്നല്ല, പക്ഷെ നമുക്ക് ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവിടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ. നമ്മൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അത്രയും നമ്മളെ സപ്പോർട്ടീവും, ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഓരോ ടഫ് സ്റ്റേജിലൂടെയൊക്കെ പോകുന്ന, കോംപ്ലിക്കേഷനിലൂടെയൊക്കെ പോകുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. യൂട്യൂബ് തുറന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയാൽ നമുക്ക് എന്തൊക്കെ നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് വേറെ എവിടെയും പോകണ്ട. അപ്പം നമുക്ക് ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോരോ തോട്ട് വരും, എന്തുകൊണ്ട് ഇങ്ങനെ. എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ട് പോയതാണല്ലോ ഹോസ്പിറ്റലിലും. അപ്പോൾ എനിക്ക് അതിനുശേഷം ഭയങ്കര പേടിയാണ്. അയ്യോ എന്താ ഇങ്ങനെ വരുന്നത്, എന്തെങ്കിലും ആവോ, അങ്ങനത്തെ ഒരു ടെൻഷനാണ് എനിക്ക്. അത് മാത്രമല്ല ഗൈസ്, ഞാൻ ഫസ്റ്റ് അബോർഷൻ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എനിക്ക് ഫസ്റ്റ് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് അബോർഷൻ ആയിട്ടുണ്ടായിരുന്നു ഒരു 6 വീക്കൊക്കെ ആവുന്ന സമയത്ത്. അപ്പം എനിക്ക് അതും ഇതൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യും, പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ അയ്യോ എന്തെങ്കിലും ആവോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് യൂട്യൂബ് ചാനലൊക്കെ എൻ്റെ ഒരു പ്രഗ്നൻസി റിവ്യൂവിൽ ഞാൻ പതുക്കെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയി. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ കാണിച്ച് വന്നു. നമുക്ക് ഓക്കെ അല്ലെങ്കിൽ പോലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല അവിടെ കാണിക്കാൻ, മൈൻഡ് കൊണ്ടങ്ങ് ഓക്കെ അല്ല. പിന്നെ ഞാൻ ഫിനാൻഷ്യലി നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൈസ കുറവാണല്ലോ, എന്നാൽ ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ പോലും പൈസ കമ്മിയാണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഓക്കെ ശരി എന്ന് പറഞ്ഞത്. എങ്കിലും ആവും, സിസേറിനൊക്കെ ഏകദേശം ഒരു 70,000-ന് അതുപോലെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഏകദേശം ഒരു 35 നോർമൽ ഡെലിവറി. പിന്നെ എല്ലാം കൂടെ അങ്ങ് ആവുമായിരിക്കും. എങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ നമുക്ക് താല്പര്യം ഇല്ലാണ്ട് പോലും. ശരി, എന്നാലും കുഴപ്പമില്ല. ഡോക്ടർ അത്ര വലിയ പ്രശ്നം ആയിട്ട് തോന്നിയില്ല. എങ്കിലും എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി, അല്ലാതെ വേറെ പ്രശ്നമായിട്ട് അപ്പം തോന്നിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്കാണെന്നുണ്ടെങ്കിൽ ആഴ്ചയ്ക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് മന്ത്ലി ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഓരോ മാസം കൂടുമ്പോഴാണ്. എനിക്ക് ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എനിക്ക് വന്നത്. എനിക്ക് ഓൾറെഡി ഡിസ്ക് ബൾജ് ഉണ്ട്. അപ്പം അതുമാത്രമല്ല, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്താണ് നമുക്ക് ബോഡിയിൽ എന്തൊക്കെയോ എനിക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, ഗ്യാസ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഒരാഴ്ച കൂടുമ്പോഴൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷനാണ് എനിക്ക് വന്നത്. അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. വെള്ളം കുറച്ച് കുറഞ്ഞാൽ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ വന്ന ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ പ്രഗ്നൻസി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നിംസിലാണ് കാണിച്ചത്. അപ്പോൾ അവിടെ ആകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. എനിക്ക് ചിലപ്പോൾ ഒരു വീക്ക് ആകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ഗിൽറ്റ്, അയ്യോ ഹോസ്പിറ്റലിൽ പോകണോ എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അവിടുത്തെ ആ ഡോക്ടറിൻ്റെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ ഡോക്ടറാണ്. സിസ്റ്റർ ആയിക്കോട്ടെ, അവിടുത്തെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. നമുക്ക് എന്ത് വിളിച്ച് സാറ് ഇങ്ങനെ ഡൗട്ട് അപ്പം നമുക്ക് പറഞ്ഞുതരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഓൺ ദി സ്പോട്ട് പറഞ്ഞുതരും. കാരണം ഞാൻ ഓൾറെഡി ഒന്നിങ്ങനെ അബോർഷൻ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞുതരും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടും സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതുപോലെ പാലക്കാട് കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോഴും സുധാകർ സാറിന് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അങ്ങനെ ഒരു ദിവസം ഞാൻ കാര്യത്തിലേക്ക് വരാം ഗൈസ്. അങ്ങനെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ പോയി തുടങ്ങിയായിരുന്നു. അപ്പോഴേ ഡിസ്കഷൻ അമ്മ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ മാറ്റി കാണിക്കാം, നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അവിടെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരു ദിവസം എനിക്കൊരു 20 വീക്കായി, 20 വീക്കായിട്ടുണ്ട്. എനിക്ക് ഏകദേശം അതിൻ്റെ കുറച്ച് മുന്നേ വരെയൊക്കെ എനിക്ക് അനക്കം അറിയാൻ വേണ്ടി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഓരോരുത്തരും ന്യൂസ് ഓരോരോ കാര്യങ്ങൾ അറിയില്ലേ. ഇപ്പം നമുക്ക് ഒരുപാട് ചാൻസാണ്, യൂട്യൂബ് വഴിയായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒക്കെ പറ്റും. നമുക്ക് പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അനക്കം അറിയാം. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ പറയും ഇങ്ങനെ അനക്കം ഒരു ദിവസം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അനക്കം അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിട്ട്
പിന്നെ ഒട്ടും ഇല്ലെങ്കിൽ പോകണമെന്ന് പറഞ്ഞു. ഞാനൊരു 1.5 ദിവസം ഇങ്ങനെ എനിക്കറിയുന്ന സമയത്ത് ഇങ്ങനെ അനങ്ങണ പോലെ അനങ്ങുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ പുറത്തേക്കല്ല കേട്ടോ, നമുക്ക് ഉള്ളിൽ അകത്തോടെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു 1.5 ദിവസം അത്രയും ദിവസം ഒരു രീതിയിലും എന്ത് കഴിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് എനിക്കിത് പേടിയായി. അപ്പം ഞാൻ എന്താണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് അത്. ഞാൻ പകുതി വരെ ആ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ആറ്റുകാൽ പൊങ്കാല ദിവസം ഞാൻ വീടിന് പൊങ്കാലിട്ടിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഞങ്ങൾ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം. പക്ഷെ സത്യം പറയട്ടെ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊരു മനസ്സ് വരുന്നില്ല. ഇനി ഡോക്ടർ എന്തെങ്കിലും പറയുമോ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു. എന്നിട്ടും ഞാൻ ഈ ഡോക്ടറിനല്ല ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് OPയിൽ വിളിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം അവിടുത്തെ സിസ്റ്റർ സിന്ധു എന്നാണ് ഞാൻ പേര് സിന്ധു സിസ്റ്റർ എടുത്തു. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അനക്കൂല, എനിക്ക് 20 വീക്കാണ് ആയിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനെ ഒരു ദിവസം ഒന്നും അനങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ജ്യൂസൊക്കെ കുടിച്ച് കിടന്നു നോക്കും, എന്നിട്ട് അനങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ എനിക്കും പേടിയായി. ഓക്കെ, എന്നാൽ പിന്നെ നമുക്കൊന്ന് പോവാം. എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയായി. കയ്യിലാണ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഉള്ള ഫയൽ ഞാൻ കൊണ്ടുപോയില്ല, മറന്നുപോയി. ആ ഒരു ടെൻഷനിലും എനിക്ക് ഫുൾ ടെൻഷനായപ്പോൾ എനിക്കതെല്ലാം മറന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ പോയി എത്തിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫയൽ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ പോയിട്ട് അവിടെ കാണിച്ചു. അവിടെ ഞാൻ വേഗം പോയി സിസ്റ്ററിൻ്റെ അടുത്ത് പോയി. അത്ര തിരക്കില്ലായിരുന്നു. നേരെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കിങ്ങനെ അന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്കിങ്ങനെ അനക്കം ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ജസ്റ്റ് ഹെഡ് ബീറ്റ് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫയൽ എവിടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫയൽ കൊണ്ടുവന്നില്ല, എനിക്ക് സോറി ഡോക്ടർ, അല്ല സിസ്റ്റർ, എനിക്ക് മറന്നുപോയി, പെട്ടെന്ന് ആ തിരക്കിൽ വന്നപ്പോൾ മറന്നുപോയി ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയാണ് ഫയൽ വേണം, ഫയൽ ഇല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല, പോയി ഫയൽ എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞു സിസ്റ്ററിൻ്റെ വീട് ദൂരെയാണ്, 20 കിലോമീറ്റർ പോകണം, പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ടെൻഷനായിട്ട്, നമ്മൾ ഓൾറെഡി ഞാൻ ടെൻഷനായിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞു അത് ഇത്രയും ദൂരം പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പറ്റില്ല, ഫയൽ ഇല്ലാണ്ട് ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ പോയി ഫയൽ എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു ഈ ഫസ്റ്റ് എന്തായാലും ഈ ഒരു അനക്കൊന്ന് അറിയട്ടെ, അല്ലെങ്കിൽ ഹെഡ് ബീറ്റ് ഒന്ന് കേൾക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇത്ര ദൂരമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോസ് എൻ്റെ അനിയൻ അയച്ചു തരും, അതിൻ്റെ പ്രിന്റ് വരെ ഞാൻ വേണമെങ്കിൽ എടുത്തുതരാം, അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും, പ്രിന്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, അവർക്ക് ഫയൽ എത്തിയേ പറ്റുള്ളൂ, അവർക്കവിടെ ഫയൽ എത്തണം, എന്നാൽ അവർ നോക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് നല്ല പ്രഷർ കയറി, ഞാൻ നല്ല ബഹളം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണോ ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ടത്, നമ്മൾ ഇത്രയും ഒരു മൈൻഡ് ഇതായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയാണോ അവർ പറയേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഞാൻ ഡോക്ടർ അകത്തോട്ട് കയറി. അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഫയൽ തരുന്നത് എന്തിനാണെന്നറിയോ, കെട്ടിക്കൂട്ടി വീട്ടിൽ വെക്കാനല്ല, ഫയൽ ചെയ്തത് അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ശരിയാണ്, ഫയൽ കൊണ്ടുവരാത്തത് എൻ്റെ മിസ്റ്റേക്കാണ്, അത് പെട്ടെന്ന് മറന്നു പോയതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾ, നമുക്ക് ഏതൊരു ടെൻഷനായിട്ട് പോകുന്ന സമയത്ത് ഇവർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഓക്കെ ആണോ എന്ന് അറിയുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. ഫയലിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കാമെന്ന് വരെ ഞാൻ പറഞ്ഞു, ഓരോ ഡോക്യുമെൻറ്റ്സിൻ്റെയും. അപ്പോൾ അവർക്ക് അത് പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇതുപോലെ അർജൻറ്റ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഇവർ ഫയൽ ഇല്ലെങ്കിൽ ഇവർ നോക്കില്ല. അപ്പോൾ ഇവർ അനക്കമുണ്ടോ, കുഞ്ഞിന് അനക്കമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവർക്ക് നോക്കണമെങ്കിൽ ഇവർ ഫയൽ ഉണ്ടെങ്കിൽ മാത്രം നോക്കുള്ളൂ. ഇത്രയും ആയിട്ടുള്ളൊരു എമർജൻസി കേസ് വരുമ്പോൾ ഇവർ നോക്കില്ല എന്നാണ് എനിക്ക് അറിയുന്നില്ല, അവരതാ ചെയ്തത്. എന്നിട്ട് ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കിയ ശേഷമാണ് എന്നെ അകത്തോട്ട് ഡോക്ടറെ അടുത്ത് കയറ്റിയത്. പക്ഷേ അനക്കം എനിക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചിട്ടുമാണ് ഞാൻ വന്നത്. നിങ്ങൾ അനക്കമില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ശരി, അങ്ങനെ പോയി പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞാൻ പറയുന്നത് ഡോക്ടർ നിർത്തും, ഞാൻ പറയണത് മാത്രം മറുപടി പറയാൻ പറഞ്ഞിട്ട് പറയാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ശരി, അത് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു ശരി നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്താ ആവശ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഹേർട്ട് ബീറ്റ് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട സ്കാനിങ്ങിന് എഴുതി തരാമെന്ന് പറഞ്ഞു. ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി വിട്ടു. അങ്ങനെ സ്കാൻ ചെയ്ത് വന്നപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫയൽ ഇല്ലെങ്കിലും നോക്കുട്ടോ, ഞാൻ സിസ്റ്റർ ഒരു തമാശ പറഞ്ഞാണ് കേട്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ എന്നിട്ട് ആ സമയത്താണ് എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡോക്ടറുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഡൗട്ട് ചോദിക്കാറേ ഇല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കാറില്ല അങ്ങനെ.
അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അനക്കത്തിൻ്റെ കാര്യമായിക്കോട്ടെ അതൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അന്ന് ആ ദിവസമാണ് എനിക്ക് അനക്കത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ 5-ാം മാസം ചിലർക്ക് അനക്കം അറിയും, ചിലർക്ക് അനക്കം അറിയില്ലായിരിക്കും. ചിലപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് പേടിയും കൂടെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഇപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയായാലും അവരെന്താ ചെയ്യേണ്ടത്, നമ്മളെ ഫസ്റ്റ് ഓക്കെ ആക്കുക, നമുക്കൊന്ന് ഓക്കെ ആക്കിയിട്ട് ബേബി സേഫ് ആണ് നമ്മളൊന്ന് അറിയിക്കുക. ഇതാണ് അവർ ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് രണ്ടാമത് പറയാം ഫയൽ എടുക്കണം കേട്ടോ എന്ന് പറയാം. ഇതാണ് അവർ പറയേണ്ടത്. പക്ഷെ ഇതല്ല അവർ ചെയ്തത്. കാണിക്കാൻ പറ്റില്ല, പോയിട്ട് എടുത്തിട്ട് വരുന്നു. അപ്പം നമ്മൾ ഇത്ര അർജന്റ് കേസിൽ പോയാലും ഇപ്പം നമുക്ക് എന്തെങ്കിലും പറ്റും, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റില്ല, അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ആ രീതിയിലാണ് ആ സിസ്റ്റർ മെയിനായിട്ട് സംസാരിച്ചത്. പിന്നെ ഡോക്ടർ അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത ശേഷം ഡോക്ടർ പിന്നെയാണ് എന്നെ ഓക്കെ ആക്കി, കുഴപ്പമില്ല, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കും, ഫയലില്ലെങ്കിൽ നോക്കും. സിസ്റ്റർ ഒരു തമാശ പറഞ്ഞാണെന്ന്. ഈ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ ഈ സമയത്ത് ഈ പ്രഷർ എടുത്തിട്ട് പോകുന്ന സമയത്ത് ഉള്ള തമാശയാണ് അവർ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു, ഇനി നമുക്ക് അതിന് വെറുതെ ഒരു പ്രശ്നം വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു കാര്യം കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ പോയി, നമ്മൾ ഓക്കെ, കുഞ്ഞ് ഓക്കെയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പകുതി സമാധാനമായി, ഫുൾ സമാധാനമായി. അങ്ങനെ വീടെത്തി. അങ്ങനെ ആ ഡോക്ടർ ആ സമയത്ത് അനോമലി സ്കാനിങ്ങിന് എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട വന്നു. അന്ന് എന്താ വെച്ചാൽ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് അമ്മയ്ക്ക് പോകേണ്ട ഒരാവശ്യം കൂടെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു വെച്ചാൽ അമ്മ സ്കൂട്ടിയിൽ പോയിട്ട് നേരത്തെ OP എടുത്ത് വെച്ച്, ടോക്കൺ നമ്പർ 10 അങ്ങനെ ഞാനും അമ്മമ്മയും എൻ്റെ അനിയനും കൂടെ കാറിൽ പിന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് ടോക്കൺ നമ്പർ എടുത്തിട്ട് 11 പക്ഷെ അമ്മമ്മനെ കയറ്റിയത് 44 ആയിരുന്നു ടോക്കൺ. അതിനിടയിൽ അമ്മമ്മനെ കയറ്റി അമ്മമ്മൻ്റെ കൺസൾട്ടിങ് കഴിഞ്ഞു. പിന്നെ അപ്പോൾ അമ്മ ഓൾറെഡി എനിക്ക് എന്ത് ചെയ്തു വെച്ചാൽ OP ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 10ാമത്തെ ടിക്കറ്റ് ആയിരുന്നു എൻ്റെ OP ടിക്കറ്റ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഫയലും കൊണ്ടുവന്നിട്ട് ഈ OP ടിക്കറ്റും എടുത്തിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊടുത്തു, സിസ്റ്റർ സിന്ധുവിൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് രണ്ടും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഡോക്ടർ അപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കൊടുത്ത് ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് ഡോക്ടർ വന്നത്. അങ്ങനെ അവിടെ OP ടിക്കറ്റും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. എൻ്റെ ബാക്കിൽ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 10ാമത്തെ ആണല്ലോ ടോക്കൺ. അപ്പോൾ നമ്മൾ ഡോക്ടർ നോക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എന്തായാലും വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വേറെ ഞങ്ങളവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ പേര് എഴുതി. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. 10ാമത്തെ ടോക്കനാണ് എടുത്തത്. ഇവർ വിളിച്ചിട്ടും ഇവർ വിളിക്കുന്നില്ല എന്നെ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഇരിക്കുകയും നിങ്ങളെ വിളിക്കുന്നു പറഞ്ഞിട്ട് ഇരിക്കി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് എൻ്റെ കൂടെ അമ്മമ്മയുണ്ട്. അവരെല്ലാവർക്കും വയ്യ, ആർക്കും വയ്യ. കാരണം 10ാമത്തെ ടോക്കനാണ്, എന്താ വിളിക്കാത്ത. അതിൻ്റെ ഇടയിൽ കൂടെ ഡോക്ടർ വേറെ IVF ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഒരു അർജൻറ്റായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ ഉറപ്പായിട്ടും ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ IVF സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർക്ക് എന്തായാലും നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് അവർ തന്നെയാണ്. അവരുടെ അടുത്ത് പോകേണ്ടി വരും. അത് സ്വാഭാവികം, അത് നമുക്ക് മനസ്സിലാക്കാം. അതല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ നേരം കണ്ടിട്ട് വിളിക്കുന്നില്ല. അപ്പോൾ അകത്തോട്ട് പോയ ഒരാൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര ടോക്കൺ നമ്പർ ചോദിച്ചപ്പോൾ അവരുടെ 27 28 എന്തോ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അകത്തോട്ട് പോയി നോക്കിയപ്പോഴാണ് ഇവരെൻ്റെ പേര് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് എഴുതി. അപ്പം ഞാൻ ചോദിച്ചത് എന്താ എൻ്റെ ടോക്കൺ നമ്പർ 10 അല്ലേ, എന്താ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ പറയാണ് നിങ്ങൾ ഫയൽ ഇപ്പോഴല്ലേ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു OP ടിക്കറ്റിൽ OPയിൽ ടിക്കറ്റ് എടുത്തതിൽ നമുക്ക് 10ാമത്തെ ടോക്കണാന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചാണ് തന്നത്. അത് മാത്രമല്ല ഞങ്ങൾ വരുന്നതിന് പുറമെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ എൻ്റെ പേര് ലാസ്റ്റ് ആവുക, ഈ 10ാമത്തെ ടോക്കൺ എങ്ങനെയാണ് 30 36 ആവുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറയാം ടോക്കൺ ഇവിടെ നോക്കില്ല, ഫയൽ എപ്പോഴാണോ ആദ്യം തരുമ്പോൾ അത് മാത്രമേ നോക്കുകയുള്ളൂ, ഫയലാണ് അവർ നോക്കുള്ളൂ, ടോക്കൺ നോക്കില്ല അത്ര. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് ടോക്കൺ എടുക്കുന്നത് ചോദിച്ചു. നേരെ നിങ്ങൾക്ക് വന്ന് ഫയൽ അങ്ങ് തന്നാൽ പോരെ, ഇത്രയും ക്യൂവിൽ ടോക്കൺ എടുക്കേണ്ട ആവശ്യമില്ല, നേരെ വന്ന് ഫയൽ എത്തിച്ചാൽ പോരെ, ടോക്കൺ എന്തിനാണ് എടുക്കുന്നത് ചോദിച്ചു. എന്നിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ വേണം വെച്ച് ലാസ്റ്റ് എൻ്റെ പേര് എഴുതിയിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. അത് ഭയങ്കരതായി. കാരണം ഇടുപ്പും വേദന വെച്ചാൽ അമ്മമ്മയുണ്ട്, വയസ്സായ 2 അമ്മമ്മയും അച്ഛമ്മയുണ്ട്, ഞാനും ഉണ്ട്. ഇവർ വിളിക്കുന്നില്ല, അവർ അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് പറയുന്നില്ല. 10ാമത്തെ ടോക്കൺ ആകുമ്പോൾ നമ്മളവിടെ വിളിച്ചിട്ട് പൊതുവെ എല്ലാ ഹോസ്പിറ്റലിലും കണ്ടിരിക്കുന്നത് 10ാമത്തെ ടോക്കൺ എടുത്തു അല്ലെങ്കിൽ ഒരു ടോക്കൺ എടുത്തു, നമ്മളവിടെ ഇല്ലെങ്കിലും ഒരു 5 ടോക്കൺ കൂടെ കഴിഞ്ഞ് നമ്മളെ വിളിക്കും, അങ്ങനെയല്ലേ. ഇത് ഏറ്റവും ലാസ്റ്റ് എൻ്റെ എഴുതിയത്. അത് ഞാൻ അവിടെ നിന്ന് തർക്കിച്ചു. അത് അവിടെ പ്രശ്നം വിട്ടില്ല, അത് തർക്കിച്ചു. കാരണം അത്രയ്ക്ക് എനിക്ക് അന്ന് രാത്രി എനിക്ക് വയ്യാതായിട്ടുണ്ട്. ഡോക്ടറിനെ കണ്ടു. നമുക്ക് ഡോക്ടറുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല ഈ കേസ്. ഇത് നമുക്ക് സിസ്റ്ററിൻ്റെ മിസ്റ്റേക്കുകൾ, നമുക്ക് ഈ ഡോക്ടർക്ക് അത്രയും തിരക്കുള്ള ദിവസം കൂടെ ആയിരുന്നു, ഡോക്ടറിനെ അറിയിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ പോയി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇവരുടെ നേരെ കംപ്ലയിൻറ്റ് എഴുതി. കാരണം ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് ഇവർ തെറ്റ് അംഗീകരിക്കുന്നേ ഇല്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവർ നേരെ ഒരു കംപ്ലയിൻറ്റ് എഴുതി. അത് മാത്രമല്ല, അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇല്ല. കാരണം ടോക്കൺ എടുത്തിട്ട് ടോക്കൺ എടുത്ത നമ്പറിൽ വിളിക്കുമ്പോൾ ആളില്ലെങ്കിൽ പോലും ഒരു 5 ടോക്കൺ കൂടി 10 എൻ്റെ ടോക്കൺ. അപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും ഒരു 15ാമത്തെ ടോക്കൺ കഴിഞ്ഞ് എന്നെ കയറ്റാം. അല്ലാണ്ട് ലാസ്റ്റ് എല്ലാം എഴുതേണ്ടത് ഇവർ. എന്നിട്ട് ഇവർ പറയുന്നത് ഫയൽ എത്തിച്ചാൽ മതി, ടോക്കൺ വേണ്ടെന്ന് ഇവർ പറയുന്നതാ. ടോക്കൺ അവർ കമ്പ്യൂട്ടറിലേക്ക് എത്തും, നമ്മൾ കൊടുക്കുകയും ചെയ്യും. ആ ടോക്കൺ നോക്കിയിട്ടാണ് അവർ വിളിക്കേണ്ടത്. പിന്നെ എന്തിനാണ് നമ്മൾ ടോക്കൺ എടുക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ലാസ്റ്റ് ഇവർ ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ കൊടുത്തു. കംപ്ലയിൻറ്റ് ഓഫീസിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അനോമലി സ്കാനിങ് 2 ദിവസം മുമ്പായിരുന്നു, 20ാം തീയതി ആയിരുന്നു അനോമലി സ്കാനിങ്. അപ്പം ഞാൻ അനോമലി സ്കാനിങ്ങിന് വലിയ കാര്യത്തിൽ ഇപ്പം ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം, വലിയ കാര്യത്തിൽ പോവാണ്. വീഡിയോയും കാര്യങ്ങളൊക്കെ വ്ളോഗൊക്കെ എടുക്കുക, കുറേ ആയാലും വ്ളോഗ് എടുത്തിരുന്നുണ്ട്, വ്ളോഗൊക്കെ എടുത്തിട്ട് പോവായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് നേരെ സ്കാൻ ചെയ്തിട്ടാണ് ഡോക്ടറെ കാണേണ്ടത്. പക്ഷെ ഡോക്ടറിനെ ഈ സിസ്റ്ററായിരുന്നു അപ്പോൾ അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഇത് പോയപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ വരും, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും വിചാരിച്ചില്ല കേട്ടോ, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പം കാണുന്നത്. അപ്പോൾ അനോമലി സ്കാനിങ്ങിന് വേണ്ടി വിളിച്ചപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇതാണ് ഹോസ്പിറ്റൽ, രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ, പാലക്കാടുള്ളതാണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സുധാകർ സാറിനെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. അതിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു നേഴ്സ് ഉണ്ട്, അവരിനെ കുറിച്ചിട്ടുള്ളൊരു പരാതിയും കൂടിയാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അനോമലി സ്കാനിങ് ഒക്കെ ആയതുകൊണ്ട് പ്രാർത്ഥിച്ച് ഭയങ്കര ടെൻഷനിലേക്കാണ് ഞാൻ വന്നത്. കാരണം മെയിൻ സ്കാനിങ് ആണല്ലോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗൊക്കെ എടുക്കാന്നുള്ള രീതിയിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. കാരണം കുറേ നാളായിട്ട് വ്ളോഗൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ കരുതി ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ആളും ഹോസ്പിറ്റലിനകത്തോട്ട് കയറി. അപ്പോൾ OP ടിക്കറ്റും അതുപോലെ തന്നെ ഫയലും കൂടെ ഞാൻ എത്തിച്ചിട്ട് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ ചെയ്തിട്ട് കാണിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഡോക്ടറിനെ കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെയാണ് പ്രശ്നം ഉണ്ടായത്. ഇന്ന് അവരുടെ ആ സിസ്റ്ററിനെതിരെ നമ്മൾ പരാതി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇന്ന് അനോമലി സ്കാനിങ്ങിന് വന്നപ്പോൾ നമ്മൾ സ്കാനിങ്ങിന് നോക്കിയപ്പോൾ ഡോക്ടറിനെ കാണാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിനെ കാണാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവർ പറയുകയാണ് നിങ്ങളെ പോലുള്ള മോശം ബിഹേവിയറിൻ്റെ പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കാണിക്കുക എന്നാണ് ഒരു ഡോക്ടർ നമ്മളടുത്ത് പറഞ്ഞത്. നമുക്ക് ഡോക്ടറെ നേരെയോ നമ്മൾ പരാതിയല്ല നമ്മൾ പറഞ്ഞത്, നമ്മൾ സിസ്റ്ററിന് നേരെ പരാതി പറഞ്ഞപ്പോൾ എന്താണ് കാര്യം എന്ന് പോലും നമ്മളടുത്ത് അന്വേഷിക്കാതെ നിങ്ങളെ പോലെ പേഷ്യൻസിനെ നോക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അനോമലി സ്കാൻ ഇന്ന് 22ാമത്തെ വീക്കായി, പ്രഗ്നൻ്റ് ആണ് ഞാൻ. 22ാമത്തെ വീക്കായിട്ടാണ് ഇവർ അനോമലി സ്കാനിന് എഴുതിയത്. ഇന്നാണ് ചെയ്യേണ്ടത്. അതുപോലും നോക്കാനുള്ള അവർക്കില്ല, ചെയ്യാനും നോക്കാനും ഒരു ഇത് അവർക്കില്ല, അവർ നോക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു സാറിന് നേരെ നമ്മൾ പരാതി കൊടുത്തിട്ടില്ല, സാറ് നമ്മൾ ആക്കിയിട്ടില്ല, സിസ്റ്റർമാർ മോശമാണെങ്കിലും സാറ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് സാറിന് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് കാണിക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എന്നെ ഈ സമയത്ത് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് പറ്റില്ല, നോക്കാൻ പറ്റില്ല. നമ്മൾ എന്താണ് പറയുന്നതെന്ന് അവർ കേൾക്കുന്നില്ല. ടോക്കൺ നമ്പർ എടുത്തിട്ട് ലാസ്റ്റാണ് നമ്മളെ അവർ വേണം വെച്ചിട്ട് അവർ ലാസ്റ്റാണ് നമ്മളെ പേര് എഴുതി. പിന്നെ എന്തിനാണ് ടോക്കൺ നമ്പർ എടുക്കുന്നത്? നമ്മൾ 10ാമത്തെ ടോക്കൺ എടുത്തിട്ട് അവർ ലാസ്റ്റ് നമ്മുടെ പേര് എഴുതിയത്. അപ്പോൾ 37ാമത്തേക്ക്. അപ്പോൾ നമ്മൾ എന്തിനാണ് ടോക്കൺ നമ്പർ എടുക്കുന്നത്? ഈ പ്രഗ്നൻ്റ് ആണ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇവർ അമ്മ വന്നിട്ട് OP എടുത്തത്. അപ്പോൾ അവർ ഇത് പറയുന്നത് ഈ ഒരു പറഞ്ഞതിനും അന്ന് ഇതേപോലെ നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക് കുഞ്ഞിന് അനക്കില്ല എന്ന് അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ സമയത്ത് നമ്മൾ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ വന്നിരിക്കുമ്പോൾ ഇവർ ഫസ്റ്റ് ചോദിക്കേണ്ട ഫയലല്ലല്ലോ, നമ്മളെ ഫസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കി നമ്മുടെ കുഞ്ഞിന് അനക്കമൊക്കെ ഉണ്ടോ നോക്കിയ ശേഷമല്ലേ ഇവർ ഫയൽ ചോദിക്കുമ്പോൾ ഓക്കെ ഫയൽ ശരി, അതിന് ഫോട്ടോ ഉണ്ട്, പ്രിൻ്റ് എടുത്ത് തരാമെന്നടക്കം ഞാൻ പറഞ്ഞു. ഫോട്ടോ ഉണ്ട്, പ്രിൻ്റ് വേണമെങ്കിൽ എടുത്തു തരാം, ഫസ്റ്റ് ഒന്ന് അനക്കം നോക്കിയിട്ട് പോരെയെന്ന് പറയുമ്പോൾ ഇവർ സമ്മതിക്കില്ല, വീട്ടിൽ പോയി എടുത്തിട്ട് വരുന്ന പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എനിക്ക് ഒന്നാമത് ഒരു അബോർഷൻ ആയതാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പേടി വരും. അപ്പോൾ രണ്ടാമത് ഇതുപോലെ സംഭവിച്ചു നമുക്ക് ഇതിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ആരും ഇവരെ ഒന്നും ചെയ്യാൻ പോകില്ല. അപ്പോൾ ഈ അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ പോരെ, നമുക്ക് ഈ ഒരു ഇതാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ പോരെ. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് നമ്മുടെ ഇത് നല്ലൊരു പെരുമാറ്റം നമുക്ക് നല്ലൊരു ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റത്തിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇന്ന് നമ്മൾ സ്കാനിങ് ദിവസം ഡോക്ടർ അത് നോക്കാൻ പോലുള്ള ഇത് കാണിച്ചില്ല. വന്നതും എന്നെ അകത്തോട്ട് ഒറ്റയ്ക്ക് കയറ്റിയിട്ട് ഇവരിതാണ് പറയുന്നത്, കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കാണിക്കൂ, ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് അവിടെ ഉണ്ടായത്. അന്ന് ഡോക്ടർ എന്നെ കയറ്റിയതും ഡോക്ടർ പുറത്തിരിക്കുകയായിരുന്നു, അകത്തെ ഡോക്ടറിൻ്റെ സീറ്റിലല്ല, നേഴ്സിൻ്റെ ഇവിടെ ഒരു സീറ്റിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയതും അയാൾ പറഞ്ഞത് ഡോക്ടർ സുധാകർ എന്നാണ്, IVF സ്പെഷ്യലിസ്റ്റാണ്, അതും എവിടുത്തെ രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലത്തെ.
അപ്പോൾ ആൾ പറഞ്ഞത് നിങ്ങളെനിക്ക് നോക്കാൻ പറ്റില്ല, എടുത്ത വട പറയാം എന്താ കാര്യമെന്നോ ഒന്നും അന്വേഷിക്കാണ്ട് ഇയാൾ പറഞ്ഞതാണ് നിങ്ങളെ നോക്കാൻ പറ്റില്ല, നിങ്ങളെപ്പോലെ ഒരു മോശം പേഷ്യൻസിനെ എനിക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു കാര്യത്തിൽ പരാതിയോ സാറിൻ്റെ അടുത്ത് എനിക്ക് സത്യം പറയാം എനിക്കാണ് സാറിനെ കാണിക്കാൻ ഒരുമാതിരി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ ഇങ്ങനെ എന്താ ചോദിക്കുക, എന്താ പറയുക, നമുക്കൊരു ഇതായിരുന്നു, ഒരു ഫ്രീഡത്തോടെ നമുക്കൊരു ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എന്നിട്ടും ആ സാറിൻ്റെ ഞാൻ ഒന്നും ചോദിക്കുക സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഈ സിസ്റ്റർ ഇങ്ങനെ ചെയ്ത് വേണം വെച്ച് ഒരു പ്രഗ്നൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ പക വെക്കുന്ന പോലെയാണ് അന്ന് വെച്ചിട്ടാണ് ഈ സംഭവം. അന്ന് ഈ ലാസ്റ്റ് പേരെഴുതി ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തത് അവർ അറിഞ്ഞു. അതാണ് അവർക്ക് പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് അവർ പറഞ്ഞിട്ട് എന്നിട്ട് കയറിയ പാടെ അവർ ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അനോമലി സ്കാനിങ് എടുത്തിട്ട് പോലുമില്ല. എടുക്കണ മുമ്പ് തന്നെ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കണ്ണുകൂടെയൊക്കെ വെള്ളം വന്ന് അപ്പോഴേക്ക് അനിയനും അതുപോലെ അമ്മയുണ്ടായിരുന്നു. അനിയനും അകത്തോട്ട് വന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് എന്താ പ്രശ്നം എന്താ സാർ ചോദിക്കുമ്പോഴേക്കും സാറ് കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ പുറത്തു നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട. ഒരു ഗൈനക്കോളജിസ്റ്റ് പറയുന്നതാണ്, നമ്മൾ എന്താണ് പറയുന്നതെന്നും കൂടെ അത് ചിന്തിക്കുന്നില്ല, കേട്ടില്ല. നിങ്ങൾ OP ടിക്കറ്റ് കൊടുക്കണം, നിങ്ങൾ OP ടിക്കറ്റ് കൊടുക്കേണ്ട എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു OP ടിക്കറ്റ് ഫയലും കൂടെ കൊടുത്തിട്ടാണ് ഇത് ലാസ്റ്റ് എഴുതി എന്നൊക്കെ പറയുമ്പോൾ ഈ സംഭവം ഉണ്ടായത് സാറ് കേൾക്കുന്നേയില്ല. സാറ് നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരു പേഷ്യൻ്റെ അടുത്ത് ബിഹേവ് ചെയ്താണ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള എന്നോട് ബിഹേവ് ചെയ്ത കാര്യമാണ് നിങ്ങൾ കേൾക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്തുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തറിയോ? ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. പക്ഷെ അവർക്ക് അതിലേറെ പ്രശ്നമാണ് ഇപ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നേരിടുന്നത്. അതിലാകുമ്പോൾ അത്രയും ഒരു കെയർഫുള്ളായിട്ട് കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് നമ്മുടെ സപ്പോർട്ട് അത്രയും ചെയ്യേണ്ട അവിടെ നേരെ ഇങ്ങനെയാണ് അവർ ഇത്രയും പ്രഷർ എനിക്ക് കയറ്റിയത്. അന്ന് അനോമലി സ്കാൻസ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ബേബിയൊക്കെ ഓക്കെ ആയിരിക്കും നല്ലൊരു പ്രാർത്ഥനയായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ അതൊക്കെ മറന്നു. അതൊക്കെ ആ ഒരു ചുറ്റുപാടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അന്ന്. എന്നിട്ട് അവർ നിങ്ങൾ നോക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. നിങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞങ്ങൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിന് നേരെ നമ്മൾ ഇന്ന് കംപ്ലയിൻറ്റ് കൊടുക്കും പറഞ്ഞു. കാരണം സാർ ഇങ്ങനെ പറയുമ്പോൾ സാർ നോക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സാർ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ സാറിന് നേരെ എന്തായാലും ഹോസ്പിറ്റലിൽ കംപ്ലയിൻറ്റ് കൊടുക്കും പറഞ്ഞപ്പോൾ ഒരു ഇതുമില്ല, പുല്ല് വില പോലെ നിങ്ങൾ എന്തോ ചെയ്യും. കാരണം ആളുടെ പണി പോവില്ല, ആൾക്ക് ജോലി പോവില്ല, അത് ആൾക്കറിയാം. ആളിനെ എഫക്റ്റ് ചെയ്യില്ല, അത് നമുക്കും അറിയാം. ആളിനെ എഫക്റ്റ് ചെയ്യില്ല എന്നും സിസ്റ്ററിനെ എഫക്റ്റ് ചെയ്യില്ല എന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കണം എന്നുള്ളൊരു രീതിയിൽ മാത്രം നമ്മൾ, അല്ലാണ്ട് വേറെ ഒന്നും എടുക്കുന്ന പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് പോയിട്ട് അവിടുത്തെ ഓഫീസിൽ നമ്മൾ കൊടുത്തപ്പോൾ അവരെന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ എന്താ വെച്ചാൽ എനിക്കത് കംഫർട്ടബിൾ അല്ലായിരുന്നു. അതൊക്കെ അതിന് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് മാറി കാണിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് മാറി കാണിക്കാം. എന്നിട്ട് ഞാൻ പോട്ടെ വേണ്ട അവിടെ കാണിച്ചു, അതൊരു വിഷയമല്ല. പക്ഷേ നേഴ്സ് നല്ല രീതിയിൽ ഇങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറുകയും അതുപോലെ തന്നെ മാനസികമായിട്ട് നമുക്ക് അന്ന് അനക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര മാനസികമായിട്ട് തകർത്തു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു ലാസ്റ്റ് എൻ്റെ പേര് എഴുതി വെച്ചിട്ട് എന്നെ അങ്ങനെ ഇരുത്തിയത്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വയറും ഇടുപ്പും ഒക്കെ വേണിച്ചിട്ട് ഇരുത്തിയത്. അപ്പോൾ അതിൻ്റെ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് അങ്ങനെ നേഴ്സിൻ്റെ മേലെയാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതവർ മാപ്പ് പറയണം, അല്ലെങ്കിൽ അവർ ഇതിങ്ങനെയാണെന്ന് അറിയണമല്ലോ, ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്ന് അറിയണം, അത്രേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഡോക്ടർ എന്നെ പറഞ്ഞു ഞാൻ ഇതിൽ ഇടപെടില്ല, ഇത് ഞാനല്ല ഇവർ നിയമിച്ചത്, മാനേജ്മെൻറ്റാണ്. പക്ഷെ സാറിൻ്റെ അടുത്ത് ഞാൻ ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല, നേഴ്സ് ഇങ്ങനെ ചെയ്തു എന്നൊരു പരാതി പോലും പറഞ്ഞിട്ടില്ല. കാരണം സാറിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. പേഷ്യൻസിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനാണത് നമുക്ക് കംപ്ലയിൻ്റ് ഉള്ളത്, അതിൽ കൊടുത്തത് നമുക്ക് ഡോക്ടറിനെ ഇടപെടുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് എനിക്കൊരു ഡോക്ടർക്ക് പറയാനൊരു പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ അനോമലി സ്കാൻ ഒന്നാമത് 22ാമത്തെ വീക്ക് എന്ന് വെച്ചാൽ എനിക്ക് 6 മന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് 22ാമത്തെ വീക്ക് കഴിയാറാകുമ്പോഴാണ് ചെയ്തത്. അപ്പം ഞാൻ എന്താ വിചാരിച്ചത് അവിടെ പോയിട്ട് കാണിക്കാം, അനോമലി സ്കാനിങ് എന്തായാലും ചെയ്യാൻ. എന്നിട്ട് അവിടെ വേറൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ആതിര എന്നാണ് പേര്. അപ്പം ഞാൻ അവിടെ ചെയ്തിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആതിര ഡോക്ടറിനെ പോയി കാണിച്ചു. അത് പറയാലോ, ആതിര ഡോക്ടർ നല്ല അടിപൊളി ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്, നല്ല ബിഹേവിയർ ആട്ടോ, നല്ല സ്വഭാവമാണ്, നമ്മളെ അത്രയും കൂളാക്കി വെക്കും. ആ സമയത്ത് എനിക്കിങ്ങനെ ബി പി നോക്കുമ്പോൾ എനിക്ക് ബി പി ലോ ഫുള്ളോ, ടെൻഷൻ അടിക്കേണ്ട മോളെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചു നമ്മൾ അത്രയും കാമാക്കും. എല്ലാ പേഷ്യൻസിനും എന്താ പറയുക, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അതാണ് ആവശ്യം. നമ്മളെ ഡോക്ടർമാർ എന്ത് ചെയ്യുക, നമ്മളെ കാമാക്കുക.
അതാണ് വേണ്ടത്. ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ നമുക്ക് ചിരി വരും, അപ്പം നമുക്ക് സന്തോഷമായിരിക്കും വരിക. അപ്പോൾ ആതിര ഡോക്ടർ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത്, നല്ല ഡോക്ടറായിരുന്നു. അത് നമുക്ക് പറയാം. ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറാണ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്, ആതിര MA എന്നാണ് പേര്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഡോക്ടറിനെ അവിടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഡോക്ടർ ഇങ്ങനെ ഞാൻ നേരത്തെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ ആതിര മാഡത്തിന് തന്നെ കാണിക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കാണിച്ചു. BP കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ലോ തന്നെയായിരുന്നു. മര്യാദയ്ക്ക് ഫുഡും കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ദിവസം വൈകുന്നേരം ഡോക്ടറിനെതിരെ സിസ്റ്ററിനെതിരെ നമ്മൾ ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവരെ സംസാരിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവരെന്തായാലും നോക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിനി അവിടെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിനി വേറെ ഹോസ്പിറ്റലിൽ നമ്മൾ അന്വേഷിച്ചിട്ട് എവിടെ പോകേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്കൊരു കെയറും നമുക്ക് അതേപോലെ തന്നെ നമുക്കൊരു റെസ്പെക്റ്റും അല്ലെങ്കിൽ കെയർ മെയിനായിട്ട് ഒന്നും വേണം, ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സാറ് നോക്കിയത് പോലുമില്ല, ആ സ്കാനിങ് നോക്കിയില്ല, അനോമലി സ്കാനിങ് എടുക്കാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. എന്നെ ആ സമയത്ത് അത്രയും മെൻ്റലി എന്നെ ആ സമയം പ്രഗ്നൻ്റായി എന്നെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്, ഒരു പ്രാവശ്യം ഇങ്ങനെ അബോർഷനൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ ഓടി വരും, ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. ഓരോ പ്രഗ്നൻസിയിലുള്ള ഓരോ ആളുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടുള്ള കെയർ കിട്ടാൻ തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും ഇത്രയ്ക്ക് പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ അവർക്ക് പോലും ഇല്ല. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. പക്ഷെ അവിടെയൊക്കെ ഡോക്ടർമാർക്ക് അത്രയും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അല്ലാതെ സിസ്റ്റർ ആയിക്കോട്ടെ, സിസ്റ്റർ ഇങ്ങനെ ഇപ്പോൾ ഒരു സിസ്റ്റർ ഇങ്ങനെ ബിഹേവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ പോവുക? പിന്നെ ഇപ്പം നമ്മൾ ഇത്രയും അർജൻറ്റായിട്ട് നമ്മളൊരു പോണ കേസിൽ അവർ കാണാൻ പറ്റില്ല, നിങ്ങൾ പോയി എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ, ഒരു അർജൻറ്റ് കേസിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിസ്റ്റർക്ക് എന്താണ്? ഒന്നുമില്ല. അവരെന്ത് പറയും? ഒന്നും പറയില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് തെറ്റ് ആക്സെപ്റ്റ് പോലും അവർ ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ റിപ്പീറ്റിൽ അതിൻ്റെ പക തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കാണിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ നേരിടുന്നത്. ഞാൻ എന്തായാലും ഇത് ഒരുപാട് പേര് കാണുമെന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തതൊന്നുമല്ല, എനിക്ക് കിട്ടിയൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പേര് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടായാലും അല്ലെങ്കിൽ ഇങ്ങനെ ഡോക്ടറെ പറ്റിയിട്ടായാലും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ സുധാകർ സാർ IVF സ്പെഷ്യലിസ്റ്റാണ്, രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പാലക്കാടാണ്. അതിൽ ഏറ്റവും മെയിൻ പ്രശ്നം അവിടെ സിന്ധു എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററാണ്, നേഴ്സാണ്. പിന്നെ മൊത്തത്തിൽ എനിക്ക് അവിടുത്തെ സ്റ്റാഫിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമില്ല ഗൈസ്. മൊത്തത്തിൽ ഇപ്പം നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോഴായിക്കോട്ടെ, 1-2 സിസ്റ്റേഴ്സ് കൊള്ളാം കേട്ടോ, അതില്ലാന്ന് പറയുന്നില്ല. മൊത്തത്തിൽ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു ബിഹേവിയർ കുറച്ച് മോശം ആണ്. നമുക്ക് അവർക്കറിയാം പരാതി കൊടുത്താൽ ഒന്നും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്ത് വന്നു. പിന്നെ എനിക്ക് ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി. കുറച്ച് 2 പേര് ആ ഹോസ്പിറ്റലിനെ പറ്റി, അവിടെയുള്ള ഡോക്ടറിനെ പറ്റി, നഴ്സിനെ പറ്റി അറിയണം തോന്നി. അപ്പോൾ ഒന്നും കൂടെ പറയാണ് ഗൈസ്, ഡോക്ടർ സുധാകർ IVF സ്പെഷ്യലിസ്റ്റാണ്. അതുപോലെ തന്നെ അവിടെ അണ്ടറിൽ നിൽക്കുന്ന സിന്ധു സിസ്റ്റർ, ഇവരാണ് ഈ കാര്യം ചെയ്തത് ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകളും മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പോണ ഇതാണ്. അപ്പം നമുക്ക് ആ സമയത്ത് എവിടെയാണോ നമുക്ക് കെയർ കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നല്ല ഡോക്ടർ ഉള്ളത്, നമ്മുടെ ആവശ്യമാണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡോക്ടർ, ചിലപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കില്ല വേറെ ആൾക്ക്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കംഫർട്ടബിൾ, നമുക്ക് ഓക്കെ ആവുന്ന ഡോക്ടേഴ്സ് നമ്മൾ കാണിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ചോദിക്കാനും ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ആ ഹോസ്പിറ്റലിൽ ആതിര MA എന്ന് പറഞ്ഞ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അടിപൊളി ഡോക്ടറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനോമലി സ്കാനിങ് ഞാൻ ചെയ്ത ശേഷം പിന്നെ ഞാൻ ആ ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്ത്. നല്ല ഡോക്ടറാണ്, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും, നമ്മൾ പറയുന്നൊക്കെ കേൾക്കും, നമ്മളെ നല്ല രീതിയിൽ റിലാക്സ് ആക്കി വെക്കുന്ന ഡോക്ടറാട്ടോ. ഞാൻ അവിടെ ഇനി കാണിക്കുന്നില്ല. വേറെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സുധാകർ സാറിന് വരേണ്ടി വരും. ഒന്നാമത് തന്നെ നോക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ കാണിക്കാൻ വേണ്ടി പറ്റില്ല. അടുത്ത് ഞാൻ പറയാം ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് എന്നൊക്കെ. ഞാൻ പിന്നീട് ഒരു വീഡിയോ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ വ്ളോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ. ബൈ.